ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് അന്നത്തെ യുക്തിവാദികൾ ഒന്ന് ചോദിച്ചത്, സിദ്ദീഖ്, ഞങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന്? എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോയത്രേ. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹായും കടന്ന് ബഹ്റുൻ നൂറും കടന്ന് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നത്രേ. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ്, നീ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അഖാലഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂൽ അങ്ങനെ നിങ്ങളോട് പറഞ്ഞോ? അവിടെ പോയി എന്ന് പറഞ്ഞോ? അതെ. സദ്ദഖ്തുഹു, ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ഈമാൻ ഭൗതികതയിൽ കെട്ടിയിടാൻ കഴിയുന്നതല്ല. ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഉദവി പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട്. കഥ ഇനി വേറെയും പറയാനുണ്ട്, വേറെയും പറഞ്ഞതുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന് ആത്മീയമായ ലോകങ്ങളിലെ സംഭവങ്ങൾ വിശ്വസിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അതതകല്ലമു ബഖറ, പശു സംസാരിക്കുമോ എന്ന് ചോദിച്ച ആളുകളോടാ തങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളാ. ഞാനും എൻ്റെ അബൂബക്കറും ഉമറും അത് വിശ്വസിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു പാഠമാണ്. പുണ്യനബിയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴേ, മഹത്തുക്കളുടെ മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വായിച്ചെടുക്കുമ്പോഴേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അറിയുമ്പോഴേ, അവരുടെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുന്നതിൽ ഒരു മുസ്ലിമിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, യുക്തി തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചവർ അത് സ്വീകരിക്കേണ്ട. പക്ഷേ ഒരു മുസ്ലിം അത് സ്വീകരിച്ചിരിക്കും. അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല. അത്രേ അതിനുള്ളൂ. ഈജിപ്ത്, നൈൽ നദി, ഒരു അത്ഭുതകരമായ സംഭവം അവിടെ ഈജിപ്തിൽ നടക്കുന്ന കാലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഈജിപ്തിന്റെ അന്നത്തെ ഗവർണർ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. അന്നത്തെ ആളുകൾ മഹാനവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ അമീർ, ഞങ്ങളുടെ അമീറായ അംർ ഇബ്നുൽ ആസ് തങ്ങളെ, അവിടുത്തെ മതമില്ലാത്ത ആളുകൾ ആചരിച്ചു വരുന്ന ഒരു മാസമുണ്ട്, ബുഅ്ന. ആ ബുഅ്ന മാസത്തിലെ 12 ദിവസം കഴിഞ്ഞാൽ നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു. കന്യകയായ ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളെ വേണ്ടുവോളം സമ്പത്തും സ്വർണവും കൊടുത്ത് സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിക്ക് നല്ല വസ്ത്രവും ആഭരണങ്ങളും അണിയിച്ചു കൊണ്ടുവന്ന് നിറഞ്ഞൊഴുകുന്ന നദിയിൽ, നൈൽ നദിയിൽ ആ പെൺകുട്ടിയെ ജീവനോടെ എറിയുന്ന ഒരു ദുരാചാരം, ഒരു സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം അന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ബലി കൊടുത്താലേ ഈജിപ്തിലെ വെള്ളം, നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല. ഇസ്ലാം സർവ്വ ദുരാചാരങ്ങളെയും, ബേസ്ലെസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് എല്ലാറ്റിനെയും ഇസ്ലാം തുടച്ചു നീക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കരുത്, ഇത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ഞങ്ങളുടെ നൈൽ നദിയോ, ഇത്രയും കാലം ബൂന മാസത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഈ ഒരു പ്രാക്ടീസ് ഞങ്ങൾ നിർത്തണമെന്നാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു നിർത്തണം. 3 മാസം അവർ നിർത്തിവെച്ചു. നൈൽ നദിയിലെ വെള്ളം കുറയാൻ തുടങ്ങി. നൈൽ നദിയിലെ വെള്ളം വറ്റി വരളാൻ പോവുകയാണ്. പല ആളുകളും അവിടെ നിന്ന്, നൈൽ നിശ്ചലമായാൽ ഈജിപ്ത് നിശ്ചലമാണ്. അന്ന് നൈലിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്, നമുക്കറിയാം. അവർ നാട് വിടാൻ പോവാൻ, പല ആളുകളും രാജ്യം വിടാൻ തയ്യാറായി ഫലസ്തീനിലേക്ക്.
ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്. കാരണം നൈലിൽ വെള്ളമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ആ ബലി നടത്തിയാലേ ഇത് ശരിയാവൂ എന്ന്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അന്നത്തെ അമീറായിരുന്ന ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമം കൊടുത്താൽ മാത്രമേ ഇവിടെ നൈൽ നദി ഒഴുകുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിശുദ്ധ മാസമെന്ന് അവര് വിചാരിക്കുന്ന ബുന മാസത്തിന്റെ 12-ാം തീയതി ഒരു രാത്രിയിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കുന്ന ഈ ദുരാചാരം ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ, നൈൽ നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പരിഹാരം വേണം. മദീനയിലിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ഏത് രണ്ടുപേരുടെ തോളിൽ കൈവച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹകദാ നദ്ഖുലു, ഞങ്ങൾ ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് നിബിതങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഉമർ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലമാണത്. ഉഹദിന്റെ മലമുകളിൽ അള്ളാഹുവിന്റെ ഹബീബും സുഹാബിമാരിൽ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും നടന്നു പോകുമ്പോഴാണ് ഫറജിഫത്ത്, ഉഹദ് മലക്കൊരു കിടിലം കൊണ്ടത്. ഒന്ന് കുലുങ്ങി. ഭൂകമ്പമാണോ എന്നവർ പേടിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ കാലുകൊണ്ട് ഉഹദിന്റെ മലയിൽ ചവിട്ടിയിട്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ ശാന്തമായി നിൽക്കണേ, ഫഇന്നമാ അലൈക സിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ ഇന്നമാ അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മേലെ നടക്കുന്നത് ഒന്ന് നബിയാണ്, മറ്റൊന്ന് 2 ഷഹീദുമാരാണെന്ന് നിബിതങ്ങൾ പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 2 പേര് ശുഹദാക്കളാണ്. സിദ്ദീഖുൻ, മറ്റൊന്ന് സിദ്ദീഖാണ്. എത്ര തവണയാണ് ഉമർ എന്നവരെ സിദ്ദീഖ് എന്നവരെയൊക്കെ നിബിതങ്ങൾ ഉയർത്തി പുകഴ്ത്തി പറഞ്ഞത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി മദീന തോട്ടത്തിലെ ഒരു ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്തൊരു സമയമുണ്ട്. ഒരു ദിവസം മദീനയിലെ ആ തോട്ടത്തിൽ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയിൽ, അല്ലെങ്കിൽ ചെറിയൊരു കിണർ, ആ കിണറ്റിലേക്ക് കാല് താഴ്ത്തിയിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, ഗേറ്റ് അടച്ചു കളഞ്ഞേക്കണം, ആര് വന്നാലും എന്നോട് സമ്മതം ചോദിക്കണം, എന്നിട്ട് തുറന്നു കൊടുക്കാം. ആദ്യമായി വാതിൽക്കൽ മുട്ടുന്നു ഹബീബിന്റെ ആത്മസുഹൃത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ മൂസൽ അശ്അരി പറഞ്ഞു, നബിയേ, സിദ്ദീഖ് എന്നവർ വന്നിട്ടുണ്ട്, തുറക്കണോ വാതിൽ? ഇഫ്തഹ് ലഹ്, തുറന്നു കൊടുത്തോക്കൂ, തുറന്നു കൊടുത്തേക്കൂ. വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷം അറിയിച്ചു കൊടുത്തേക്കണേ. രണ്ടാമത് വരുന്നു ആര്? നമ്മുടെ കഥാപുരുഷനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് അമീറുൽ മുഅ്മിനീനായില്ല, ഹബീബിന്റെ സ്വഹാബിയാണ്. നബിയെ, ഉമർ എന്നവർ വന്നിട്ടുണ്ട്, തുറക്കണോ? ഇഫ്തഹ് ലഹു, തുറന്നു കൊടുത്തേക്കൂ. വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷം അറിയിച്ചു കൊടുക്കണേ ഉമർ എന്നവർക്ക്. ഫദഖല ഉമറു, ഉമർ എന്നവരും കയറി വരുന്നു. പിന്നെ മൂന്നാമത് ഒരാളുടെ ചരിത്രമാണ് അബൂ മൂസൽ അശ്അരി തങ്ങൾ പറഞ്ഞത്. വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബശ്ശിറുഹു ബിൽ ജന്ന, അവർക്ക് നിങ്ങൾ സ്വർഗ്ഗമുണ്ട് എന്ന് പറയണം. ഫീ ബൽവൻ തുസീബുഹു, ഒരു കടുത്ത പരീക്ഷണത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെടുകയാണുണ്ടായത്. ആ സംഭവത്തിലേക്കുള്ള സൂചനയായിരുന്നത്. ഏതായിരുന്നാലും അത്രമേൽ അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന്റെ മഹ്ബൂബായ സ്വഹാബികളിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീനെ, ഇതാണ് ഈജിപ്തിന്റെ കഥ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി കൊടുത്തു. ആ മറുപടി കൂടെ യുക്തിചിന്തക്ക് യുക്തിയാണ് ഇസ്ലാം എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ യുക്തിചിന്തയാണ് ദീനിന്റെ ശരീഅത്തിന്റെ ആശയങ്ങളെക്കാളും വലുത് എന്ന് ചിന്തിക്കുന്നവർ ഒന്നുകൂടെ കേട്ടോളൂ. ഇത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. ഇതിലൊന്നും നമുക്കൊരു പ്രയാസമില്ല, ഇത് പറയാനൊരു മടിയില്ല, അഭിമാനമാണ്. അങ്ങനെ മടിയുള്ള ഒരു ഇസ്ലാമിന്റെ ദായറെന്ന് പുറത്തു പോകും, അത്രേ ഉള്ളൂ. കറാമത്തും മുഅ്ജിസത്തൊന്നും നടക്കൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ദം.
അങ്ങനെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു മുഅ്മിൻ ഇതൊക്കെ അംഗീകരിക്കും. സത്യസന്ധമാണോ പറയുന്നത്? ആരെപ്പറ്റി പറയുന്നു? അവരാരായിരുന്നു? ഈ പറയുന്ന ആള് സത്യസന്ധനാണോ? എങ്കിൽ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നടന്നുപോയ നൂറുകണക്കിന് മഹാത്ഭുതങ്ങളുണ്ട്. നുണ പറയരുതാരും, പക്ഷെ ഉള്ള സംഗതി നിഷേധിക്കാനും പാടുള്ളതല്ല, അല്ലേ? കറാമത്തുകളുള്ള സംഭവമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണിത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അവരുടെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു കത്തെഴുതുകയാണ്. എന്താണ് കത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്: ലഖദ് അസബ്ത ബില്ലദീ ഫഅൽത. അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ ചെയ്തത് സത്യമാണ്. ആ കുഞ്ഞിനെ ബലി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, ആ ജീവൻ രക്ഷിച്ചില്ലേ? വെൽ ഡൺ, നിങ്ങൾ ചെയ്തത് നന്നായി. വൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹു. ഇസ്ലാം അതിന്റെ മുമ്പുള്ള ദുരാചാരങ്ങളെ മുഴുവൻ തിരുത്തുന്നതാണ്, മാറ്റിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കത്തെഴുതി: ഇന്നി ഖദ് ബഅസ്തു ഇലൈക ബിബിതാഖ ഫീ ദാഖിലി കിതാബി. ഞാൻ തരുന്ന ഈ കത്തിന്റെ ഉള്ളിൽ ഒരു കടലാസിന്റെ കഷ്ണമുണ്ട്. ഫഅൽഖിഹാ ഫിന്നീലി ഇദാ അതാകൽ കിതാബ്. എൻ്റെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ആ കടലാസിന്റെ കഷ്ണം നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടണം. അത്ര ചെയ്താൽ മതി, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇടണ്ട, എൻ്റെ ഈ കത്തിന്റെ കഷ്ണം കൊണ്ടുപോയി ഇടണം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ആ കത്തിലുള്ളത്? ആ കത്ത് കൈപ്പറ്റിയപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ആഫ്രിക്കയിലെ ഇസ്ലാമിന്റെ ദഅവത്തിന് തുടക്കം കുറിച്ച സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ്, ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദ്, മസ്ജിദുൽ ഫുസ്താത്ത്, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇന്നും അവിടെ ഉണ്ട്. ഇപ്പോൾ അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ മസ്ജിദാണ്. ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 മദ്ഹബുകളിൽ 4 ഖുതുബകൾ, 4 ജുമുഅകൾ നടന്നിരുന്നൊരു പള്ളിയാണ് മസ്ജിദ് അംർ ഇബ്നുൽ ആസ്. ഈ ഖൈറോവിൽ ഇന്നും പോയാൽ കാണാൻ കഴിയും. ആ മസ്ജിദൊക്കെ സ്ഥാപിച്ചത് ഈ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അതിൽ ഒരു അത്ഭുതം, മഹാനവറുകൾ അവിടെ ഫുസ്താത്ത് വലിയൊരു ടെന്റ് കെട്ടി താമസിക്കുകയാണ്. ആ ടെന്റ് അവിടെ നിന്ന് പൊളിച്ചെടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറാൻ വേണ്ടി പോകുമ്പോ സ്വഹാബിമാര് വന്ന് പറഞ്ഞു അംർ ഇബ്നുൽ ആസ് തങ്ങളോട്: യാ അയ്യുഹൽ അമീർ, അവിടെ ഒരു പ്രാവ് കൂടുകൂട്ടിയിട്ടുണ്ട്, മുട്ടയുണ്ട്, അത് വിരിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം? ഈ ടെന്റ് പൊളിക്കണോ? നമ്മൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അങ്ങനെ ഒരു പക്ഷിക്കൂട് കണ്ട ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുമോ? അങ്ങ് പൊളിച്ചു കളഞ്ഞു പോവാന്നല്ലാണ്ട്. പക്ഷേ സ്വഹാബിമാർ അത് ചെയ്തില്ല. അംർ ഇബ്നുൽ ആസ് തങ്ങളോട് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ വിരിയുന്നവരെ അവിടെ നിർത്തണോ അതല്ല ഇത് പൊളിച്ചെടുക്കണോ, നമ്മൾ യാത്ര പോവല്ലേ? എന്താണ് ആ സ്വഹാബി പറഞ്ഞെന്നറിയോ? നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണത്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അവിടെ തന്നെ നിന്നോട്ടെ, അവിടെ തന്നെ നിന്നോട്ടെ, ആ ടെന്റ് പൊളിച്ചു കളയണ്ട, ആ ഫുസ്താത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇന്നും അവിടെയുണ്ട് മദീനത്തുൽ ഫുസ്താത്ത്. കൈറോയുടെ പഴയ നഗരവീഥിയിലൂടെ നടന്നാൽ ജീസയുടെ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തമ്പടിച്ചിരുന്ന സ്ഥലം നമുക്കവിടെ കാണാൻ കഴിയും. ആ ഫുസ്താത്ത് നിന്നിരുന്ന സ്ഥലമാണ് പിന്നെ ഒരു നഗരമായി മാറിയത്. മദീനത്തുൽ ഫുസ്താത്ത് ഒരു പക്ഷിക്ക് വേണ്ടി ഉണ്ടായ നഗരമാണത്, ഒരു പക്ഷിക്ക് വേണ്ടി. ആ ഒരു പക്ഷിയോട് കരുണ കാണിക്കണേ, അതൊരു ഉമ്മയാണ്, അതിൻ്റെ പിഞ്ചു മക്കളാണ് അവിടെ ജനിക്കാൻ പോകുന്നത്. ആ മക്കളെയും കാത്തുകൊണ്ടാണ് ആ പക്ഷിക്കുഞ്ഞ് അടയിരിക്കുന്നത്, ആ പക്ഷിത്തള്ള അടയിരിക്കുന്നത്. അതൊരു മാതാവാണ്, അതൊരു കുടുംബമാണ്. അവരോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ അമീറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അവരാണ് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാനായ സ്വഹാബി. സ്വഹാബിയുടെ കയ്യിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ലഭിക്കുകയാണ്. എന്താണ് കത്തിൽ എഴുതിയത്? മിൻ അബ്ദില്ലാഹി ഉമർ അമീരിൽ മുഅ്മിനീൻ ഇലാ നൈലി മിസ്ർ അമ്മാ ബഅദ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ഉമർ എന്നവർ ആ കത്തിൽ സംസാരിക്കുകയാണ്.
ആ കടലാസിന്റെ കഷ്ണമാണ് നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞത്. ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ അവരുടെ താരീഖിൽ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും വാറോല കഥയല്ല എന്നർത്ഥം. വിശ്വാസയോഗ്യമായ പ്രമാണബദ്ധമായ ഒരു സംഭവമാണിത്. ആ കത്തിലുള്ളത് ഈ എഴുത്ത് മിൻ അബ്ദില്ലാഹി ഉമർ അമീരുൽ മുഅ്മിനീൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരി, അള്ളാഹുവിന്റെ അടിമയും ദാസനുമായ ഉമർ, ഇലാ നൈൽ മിസ്ർ, ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയെ നിന്നോട് ബോധിപ്പിക്കുന്ന കത്താണിത്. അമ്മാ ബഅദ്, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അമ്മാ ബഅദ്. നൈൽ നദിയോടാണ് സംസാരിക്കുന്നത്. നൈൽ നദിക്കാണ് ആ കത്ത് കൊടുക്കുന്നത്. വെള്ളത്തിനോ ഒരു നദിക്കോ ഇസ്ലാമിക പ്രവാചകരുടെ പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടതോഴനായ അമീറുൽ മുഅ്മിനീൻ ഒരു നദിക്ക് കത്തെഴുതേ? അതെ, അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തവൻ പൊയ്ക്കോ. നദിക്കാണ് കത്തെഴുതിയത്. അഡ്രസ് ചെയ്തത് നൈൽ നദിയോടാണ്. ഇലാ നൈലി മിസ്ർ. എന്താ പറഞ്ഞ വാക്കെന്നറിയോ? فإن كنت إنما تجري من قبلك فلا تجري. നൈൽ നദി ഒഴുകാതെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൈൽ നദിയെ, നീ ഒഴുകുന്നത് നിന്റെ സ്വയം കഴിവ് കൊണ്ടാണെങ്കിൽ നീ ഒഴുകണ്ട, അവിടെ നിന്നോ, വറ്റിക്കോ, കുഴപ്പമില്ല. നീ ഒഴുകുന്നത് നീയായിട്ട് ഒഴുകുകയാണെങ്കിൽ അവിടെ നിന്നോ. ഉഗാണ്ടയിലെ ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈൽ നദിയുടെ ഉറവിടം. ആ സ്ഥാനത്തിന് സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്റാനി ഫിൽ അർളി വ നഹ്റാനി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒഴുകുന്ന രണ്ട് നദികളും ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളുടെയും ഉത്ഭവസ്ഥാനം സിദ്റത്തുൽ മുൻതഹയാണെന്നും ആ സ്വർഗ്ഗലോകവുമായി ബന്ധമുള്ള നദികളാണ് അന്നീൽ വൽ ഫുറാത്ത്. ഇറാഖിൽ ഒഴുകുന്ന യുഫ്രട്ടിസും ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയും 6600 കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ. ഇന്നും കെയ്റോവിൽ നൈൽ നദി നിറഞ്ഞു നിൽക്കുന്ന നൈലാണ്. നിറയെ വെള്ളമാണ്. ആ നദിയോടാണ് ഉമർ എന്നവർ കത്തെഴുതിയത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. നദിയെ, നീ ഒഴുകുന്നത് നീയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫലാ തജ്രി, നീ ഒഴുകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വഇൻ കാനല്ലാഹുൽ വാഹിദുൽ ഖഹാർ ഹുവല്ലദീ യുജ്രീക് ഫനസ്അലുഹു അൻ യുജ്രിയക്. ഉടമസ്ഥനായ ഏകനായ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അള്ളാഹുവാണ് നൈലേ നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ആ കടലാസിലുള്ളത്. ഇത് കൊണ്ടുപോയി എറിയാനാ പറഞ്ഞത്. ഇങ്ങനെയൊരു ചരിത്രമുണ്ട്. ഞാൻ ഉദവി പറഞ്ഞ അടുത്ത കഥ എന്ന് പറഞ്ഞ് വേറെ വീഡിയോ ഇടാൻ പറ്റും. ഇങ്ങനൊരു കഥ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ആ കടലാസിന്റെ കഷ്ണം, തോൽക്കഷ്ണം നൈൽ നദിയിലേക്ക് വീണതിന്റെ ശേഷം അതും ഈജിപ്തുകാർ അവിടെ നിന്ന് നാടുവിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോ 16 മുഴം വെള്ളം നൈൽ നദിയിൽ പൊങ്ങിയിരുന്നു എന്നാണ് ചരിത്രം. 16 മുഴം ഒരൊറ്റ രാത്രി കൊണ്ട് ഉമർ തങ്ങളുടെ കത്ത് വന്നതാണ്. അതിനുശേഷം നൈൽ നദി വറ്റിയിട്ടില്ല. നൈൽ നദിയെ ഓർക്കുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. മദീനത്ത് നിന്ന് കൊടുത്തയച്ച കത്താണത്. ആ കത്ത് കൊണ്ടുപോയിട്ടത് ആഫ്രിക്കൻ വൻകരയിൽ കിടക്കുന്ന ഈജിപ്തിലെ നൈൽ നദിയിലാണ്. അത്ര വലിയ കറാമത്തുണ്ടായ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ വളരെ അർത്ഥപൂർണമായ ചില മനോഹര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് ഫ്രഷായിട്ട് കയ്യും കാലൊക്കെ ഒന്ന് അനക്കിയിട്ടിരിക്കാം, അല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. മദീനയിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിലേക്ക് കണ്ണന്തറയിലെ ഈ മഹല്ലിൽ നിന്നുള്ള ഈ സ്വലാത്ത് അവിടെ എത്തുന്നുണ്ട്.
അതെത്തിക്കാൻ മലക്കുകൾ റെഡിയായി നിൽക്കാൻ, നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് വീഴാൻ കാത്തിരിക്കാൻ.